അപ്പം നാളെയാണ് ഞാൻ കോഴിക്കോട് പോകുന്നത്. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ പാക്കിംഗ് ഒക്കെ തീർത്തു. എപ്പോഴും ലാസ്റ്റ് മിനിറ്റിൽ രാത്രി ഒന്ന് പാക്ക് ചെയ്യലൊരു സ്ഥിരം ശീലമാണ്. നാളെ 6:30 പരശുരാം എക്സ്പ്രസ്സിനാണ് പോണത്. പഠിച്ചോഎനിക്കറിയാം അവിടെ ഞാൻ എത്തുമെന്ന്. കാരണം എപ്പോഴും ട്രെയിൻ ലേറ്റ് ആവും. എന്നിട്ട് അടുത്ത ട്രെയിൻ കയറിയിട്ടാണ് ഞാൻ പോകല്. അപ്പോൾ ബൈ. അപ്പം നാളെ കാണാം. പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഈ മെസ്സൊന്ന് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്തിട്ടിട്ട് പോവാം, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് ആകെ പ്രാന്താവും. ഒരുവിധം ഓടിപ്പിടിച്ച് എനിക്ക് ട്രെയിൻ കിട്ടി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റും കൂടെ കിട്ടി. ഹായ്. അപ്പോൾ ഇത് അടുത്ത ഡേ ആണ്. ഞാൻ ഇന്നലെ വ്ളോഗ് എടുത്തോണ്ട് നിന്ന് ഒരു പകുതി ആയപ്പോഴത്തേക്കും പിന്നെ വ്ളോഗിൽ വരാൻ മറന്ന്. കാരണം ഭയങ്കര തലവേദനയായിരുന്നു. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കോഴീൻ്റെയും ആടിൻ്റെയും ഒക്കെ സൗണ്ട് കേൾക്കാം കേട്ടോ. കാരണം ഇവിടെ അടുത്ത അപ്പുറത്തെ വീട്ടിലൊക്കെ ആയിട്ട് നിറച്ചും കോഴിയും ആടൊക്കെ ആണുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നലെ ഞാൻ പോയിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെയാണ് എണീറ്റത്. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ എപ്പം വീട്ടിൽ വരികയാണെങ്കിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടാവും. ഇന്നിപ്പോൾ അതിലല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കയാക്കിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്തതാണ്. അന്ന് ഇവരെ ആരും ഉണ്ടായിരുന്നില്ല. അനിയൻ ബിസി ആയിരുന്നു, പിന്നെ ഫ്രണ്ട്സൊക്കെ ബിസി ആയിരുന്നു. ഫ്രണ്ട്സ് പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഒരാളുള്ളൂ മെയിനായിട്ട്. അതിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. പിന്നെ മെയിനായിട്ട് ഇമ്മമ്മനെ കാണണം, ആസിനെ കാണാം. ആസിയാണ് ഞാൻ പറഞ്ഞ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. പിന്നെ അനിയൻ ഫ്രീ ആണെങ്കിൽ അവൻ്റെ കൂടെ എന്തെങ്കിലും പുറത്ത് പോകണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം പോണത് ആസിനെ കാണാനാണ്. ആസിനെ കണ്ട് പുറത്ത് നെസ്സമ്മിലൊക്കെ പോകണം. പിന്നെ ഡൈക്കട്ട് മാർട്ടിൽ പോകണം. കാലിക്കറ്റ് ഡൈക്കട്ട് മാർട്ട് വന്നതിന് ശേഷം ഞാൻ വരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പം തന്നെ വിചാരിച്ചാണ് എന്തായാലും പോകണം. കുറച്ച് ഓർഗനൈസേഴ്സും കുറച്ച് അല്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം. മഴ പെയ്യാൻ വേണ്ടി നല്ല കാർമേഘം ഉണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ്. നല്ല കാർമേഘം ഉണ്ട്. ഈ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം. വരുന്ന വൈക്ക് കുട്ടികൾ നമ്മളിനി ഇവിടുന്ന് നേരെ ഡൈക്കട്ട് മാർട്ടിലേക്കും SM സ്ട്രീറ്റിലേക്കൊക്കെ പോവാം കേട്ടോ. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്.
ഇമ്മമ്മനെ കാണാൻ വേണ്ടി വന്നായിരുന്നു. എൻ്റെ മാമൻ്റെ വീട്ടിലപ്പം മമ്മ ഉള്ളത്. അപ്പം ഞാൻ ഇമ്മമ്മൻ്റെ ബാഗിൽ തിരഞ്ഞപ്പം കണ്ടതാണിത്. ഇതിൻ്റെ മൂത്ത മാമനാണ്. മാമ മരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് വർഷമായി. വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് 2019 എൻ്റെ പേരിൽ വന്ന ഒരു പത്രവാർത്ത കേട്ടോ. ഞാൻ അന്ന് പേപ്പർ ക്രാഫ്റ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കൊരു പേജൊക്കെ ഉണ്ടായിരുന്നു, കടലാസ് തോണി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ മുന്നേ ഒക്കെ 1-2 വ്ളോഗ് എടുത്ത സമയത്ത് കടലാസ് തോണിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് വന്നത് അത് 2019 പത്രം കേട്ടോ. അത് നവംബർ 15 വെള്ളി. അപ്പം ഇന്ന് ഡേ 3 ആണ് കേട്ടോ. ആസി വന്നു ഗൈസ്. ആസിയാണ് ലേറ്റ് ആക്കിയത്. അപ്പൊ ഗൈസ് നമ്മളിന്ന് കയാക്കിങ്ങിന് പോവാണ്. അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ 3ാമത്തെ ഐറ്റം ഇപ്പം ടിക്ക് ഓഫ് ആവാണ്. ഫോണ് കൊണ്ടുപോയാൽ എങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഫോൺ എടുക്കുന്നുണ്ട്. വെള്ളത്തിൽ പോയില്ലെങ്കിൽ ബാക്കി വ്ളോഗ് അപ്ഡേറ്റ് ചെയ്യും. ഇതാ വരുന്നത്. എല്ലാത്തിനും കൊണ്ടുവരും ചെയ്യും. ഒക്കെ പേടി വസ്തുവില്ല. സാഹചര്യം മുതൽ മനസ്സിലായില്ല. നീലക്കുയില മഞ്ഞാണിത്. എടാ അവിടെ ആ പാലത്തിന്റെ അടി കൂടെ പോവോ? ഞങ്ങള് പോയി. ഇവിടുത്തെ ഫോണ് പേടിയില്ല, ഭയമുള്ളൂ. മിക്കവാറും മുങ്ങാൻ ചാൻസ് ഇവന്മാര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നതാ, അർഷും സേഹറും കൂടി. പക്ഷെ എങ്ങനെ പോയിട്ടു അർഷു ഇരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് വെയിറ്റ്. ടാറ്റാ അർച്ചക്ക, ടാറ്റാ. ഇത് കാണാൻ അത്ര ഈസി ഒന്നും അല്ല കേട്ടോ. ഞാൻ കൊറേ നേരം ഇവിടെ ഒന്ന് വട്ടം കറങ്ങണേ. ഞാൻ പോണേ. എല്ലാവിധ മുൻകൈയും എടുത്ത് കയാക്കിങ്ങിന് പോയത് ഞാനാണെങ്കിലും അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് തുഴയാൻ അറിയില്ലാന്ന്. കുറേ നേരം ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഞാൻ എത്ര തുഴഞ്ഞിട്ടും അവിടെ നിന്ന് വട്ടം കറങ്ങുക അല്ലെങ്കിൽ ആ സൈഡിലൊക്കെ പോയി ഇരിക്കാന്നല്ലാതെ എൻ്റെ ഇത് മാത്രം മുന്നോട്ട് പോകണില്ല. ബാക്കി എല്ലാവരും ഫ്രണ്ടിലെത്തി. അങ്ങനെ പിന്നെ ഞാൻ അനിയൻ്റെ കൂടെ അവൻ്റെ തോണിയിൽ കയറി. അതും നമ്മൾ പകുതിക്ക് വെച്ചിട്ടാണ് അങ്ങനെ മാറ്റിയത് കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര സൈലന്റ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ചോട്ടിയപ്പോഴാണ് നമ്മളെല്ലാരും മാട്ടുറക്കി ആ സമയത്തോ ഉറങ്ങിപ്പോയി. അതിൽ നമ്മളെല്ലാരും ഒരു ശ്വാസം പോലും ഇടാനില്ല. ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിൽ പോണത്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ അതിന് ശേഷം അന്ന് രാത്രി നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പോൾ അന്നത്തെ ദിവസങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചു. പിന്നെ കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു പ്ലാനർ ബുക്കിൽ. അതൊക്കെ ഫില്ല് ചെയ്തു. കുറച്ച് ആനിമേഷൻ മൂവിയൊക്കെ കണ്ട് അങ്ങനെ അന്നത്തെ ഡേ അങ്ങനെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. ഞങ്ങൾ ആക്ച്വലി കണ്ടിട്ട് കുറേ കാലമായി. അപ്പോൾ അവൾ ട്രെയിനിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവളെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെ വെയിറ്റിംഗ് പീരീഡിലൊക്കെ മുന്നേ ഞാൻ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടായൊരു വലിയ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കുന്ന പുസ്തകം എടുത്ത് ബാഗിൽ വെക്കും.
കുത്തിച്ചിറ ബിരിയാണി കഴിക്കാതെ എനിക്ക് കോഴിക്കോട് വിട്ട് പോകാൻ പറ്റില്ല. അത്രക്കും ഞാൻ കുത്തിച്ചിറ ബിരിയാണി മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് ബിരിയാണീസും എനിക്ക് അത്രക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് വന്നപ്പോൾ അവളെയും കൊണ്ട് കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ പോയി കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അവൾ ആക്ച്വലി ഒരു നീറ്റ് ആസ്പിറൻ്റ് ഇരുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു അവൾ റീനീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ഐശ്വര്യയൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ നേരെ അവളെ റെയിൽവേ സ്റ്റേഷനിലാക്കി കൊടുത്തു. അവിടുന്ന് ഞാൻ നേരെ പോയത് വീണ്ടും മാമൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇമ്മമ്മൻ്റെ അടുത്ത് കുറച്ച് നേരം ഇന്ന് സംസാരിച്ചു. പിന്നെ അപ്പോഴേക്കും നമ്മൾ കുറച്ച് ഡിന്നറൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് പോയത്. ഇത് ഡൈക്കറ്റ് മാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ച 2 നോട്ട്ബുക്കാണ്. നല്ല രസമാണ്, ഭയങ്കര ക്യൂട്ടാണ്, റേറ്റും കുറവാണ്. ഇപ്പോൾ നമ്മൾ വന്നത് പങ്കായ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സും ഇവിടെ എപ്പോഴും വരലുണ്ടെന്ന് പറയലുണ്ട്. അപ്പം അങ്ങനെ വന്ന് നോക്കിയതാ. അടിപൊളി വ്യൂ ആണ് ഇവിടെ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പാടത്തൊക്കെ നടന്ന് അത്യാവശ്യം വീഡിയോസ് എടുത്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആസ് യൂഷ്വൽ ഫോണിൻ്റെ സ്റ്റോറേജ് പോയിട്ട് ഫുള്ള് വീഡിയോ കട്ടായി. ഈ വ്യൂ ഒക്കെ കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് നേരം ഡ്രോണൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി പാക്ക് ചെയ്ത ഡ്രസ്സൊക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അങ്ങനെ 3-4 ദിവസത്തെ എൻ്റെ കോഴിക്കോട് വ്ളോഗ് ഇവിടെ തീരാണ്. അപ്പോൾ ബൈ.